അത് സ്വതന്ത്ര ഇലക്ട്രോണുകളാണ്. ലോഹങ്ങളിലെ തന്നെ രാസപ്രവർത്തന ശേഷി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം അതിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളാണ്. സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണത്തിനനുസരിച്ച് അതിന് ചാലകതയൊക്കെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ലോഹങ്ങളെ കുറിച്ചുള്ള പഠനമായിട്ട് മനസ്സിലാക്കാനുള്ള മെറ്റലർജിയാണ് ലോഹങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വതന്ത്ര ഇലക്ട്രോണുകൾ. അതുപോലെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഇനി ധാതുക്കൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ ധാതുക്കളിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കാണാൻ കഴിയും. കാരണം രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോഹങ്ങളിൽ നിന്നും, അതായത് ധാതുക്കളിൽ നിന്ന് ലോഹങ്ങളെ വേർതിരിക്കേണ്ടത്. ഒന്ന്, ലഭ്യത. നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ കൂടുതൽ അളവിൽ കിട്ടേണ്ടതായിട്ടുണ്ട്, ഒന്ന്. രണ്ട്, ചിലവ് കുറഞ്ഞ മാർഗമായിരിക്കണം അവലംബിക്കേണ്ടത്. അപ്പോൾ ചിലവ് കൂടുതലും ലഭ്യത കുറവാണെങ്കിൽ നമുക്കതിനെ നിന്നും ഒരു കാരണവശാലും ലോഹത്തെ വേർതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, ഒന്ന് ചിലവ് കുറഞ്ഞ മാർഗവും ലഭ്യത കൂടുതലുള്ള ധാതുക്കളെയുമാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാവസായികമായി ഈ ലോഹത്തെ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ലോഹ ധാതുക്കൾക്ക് ഒരു പേരുണ്ട്, അയിരുകൾ എന്ന് പറയും. ഓർ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഓർ അല്ലെങ്കിൽ അയിരുകൾ. അപ്പോൾ ഇവിടെ വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. അപ്പോൾ ഈ ധാതുക്കളിൽ നിന്നും ഒരു വിഭാഗമാണ് ശരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ശരിക്കും അയിര് എന്ന് പറയുന്നത്. ഈ ലോഹങ്ങളുടെ അയിരുകളെ അല്ലെങ്കിൽ ധാതുക്കളെ പരിചയപ്പെടേണ്ടത് വളരെ ആവശ്യം കൂടെയാണ്. നമുക്കത് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ അയിരുകളെ നമ്മൾ 3 ഘട്ടമായിട്ട് 3 പ്രക്രിയകൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ശരിക്കും ലോഹത്തെ നമ്മൾ നിഷ്കർഷണം നടത്തിയെടുക്കുന്നത്, വേർതിരിച്ചെടുക്കുന്നത്. ആദ്യം ലഭിക്കുന്ന ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഓറിനെ അല്ലെങ്കിൽ അയിരിനെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധീകരിക്കുന്ന മാർഗമുണ്ട്. അതിന് സാന്ദ്രണം എന്നാണ് പറയുന്നത്. അയിരുകളുടെ സാന്ദ്രണം എന്നാണ് സാധാരണ അതിനെ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഈ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ അയിര് അല്ലെങ്കിൽ ധാതുവില് പുറത്തായിട്ട് മാലിന്യം കാണാൻ കഴിയും. ഈ മാലിന്യത്തിന് പറയുന്ന പേരാണ് ഗാങ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യത്തെയാണ് ഗാങ് എന്ന് വിളിക്കുന്നത്, ഗാങ്. അപ്പൊ ഗാങ്ങിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അയിരിൽ അടങ്ങിയിട്ടുള്ള മാലിന്യത്തെ നീക്കം ചെയ്യുന്ന മാലിന്യത്തെയാണ് ഗാങ് എന്ന് പറയുന്നത്. അപ്പൊ ഗാങ്ങിനെ നമുക്ക് നീക്കം ചെയ്യണം. ഗാങ്ങിനെ നീക്കം ചെയ്യണമെങ്കിൽ ഗാങ്ങിന്റെ സ്വഭാവം നമ്മൾ പഠിച്ചിരിക്കണം. 2 സ്വഭാവം ഗാങ് കാണിക്കാറുണ്ട്. ഒന്നുകിൽ അസിഡിക് സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവം. അസിഡിക് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഉള്ളവയായിരിക്കും ഈ ഗാങ്. അങ്ങനെയാണെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള ഗാങ്ങിനെ ആണെങ്കിൽ നമ്മൾ അവിടെ നീക്കം ചെയ്യാൻ വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്നത് ബേസിക് സ്വഭാവമുള്ള പദാർത്ഥത്തെയാണ്. ആ പദാർത്ഥത്തിന്റെ ഒരു പേരുണ്ട്, ഫ്ലക്സ് എന്നാ പറയുന്നത്. ഫ്ലക്സ്. ഗാങ്ങിനെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം, അയിരിൽ നിന്നും ഗാങ്ങിനെ നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാലിന്യത്തെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥത്തെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ്. അപ്പൊ ഇവിടെ അസിഡിക് സ്വഭാവമുള്ള ഗാങ് ആണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ഉപയോഗിക്കും. വിരുദ്ധ സ്വഭാവമുള്ള ഫ്ലക്സ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗാങ്ങിനെ അയിരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫ്ലക്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ ഫ്ലക്സ് ചേർത്ത് ഗാങ്ങിനെ നീക്കം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്ലക്സും ഗാങ്ങും തമ്മിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ഫ്ലക്സും ഗാങ്ങും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പദാർത്ഥത്തിന് ഒരു പേരുണ്ട്, സ്ലാഗ് എന്ന് പറയും. സ്ലാഗ്.
ഗാങ്ങും ഫ്ലക്സും ചേർന്ന് ലഭിക്കുന്ന പദാർത്ഥത്തെയാണ് സ്ലാഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 പദങ്ങൾ പരിചയപ്പെടാനുണ്ട്. അയിരിലടങ്ങിയിട്ടുള്ള മാലിന്യത്തെ ഗാങ് എന്ന് പറയും. ഗാങ്ങിനെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഫ്ലക്സ്. ഗാങ്ങും ഫ്ലക്സും തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സ്ലാഗ് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് പ്രധാനമായിട്ട് അതിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട് വിവരം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് ഇതിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേര്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ഉത്തരം ഗാങ് എന്നാണ്. അടുത്ത നമുക്ക് ഈ ഒരു ലോഹ നിഷ്കർഷണത്തിലെ ഘട്ടങ്ങളിലേക്ക് വരാം. കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ഘട്ടം നമുക്ക് പരിശോധിക്കാം. അയിരിനെ ശുദ്ധീകരിക്കുന്ന ഘട്ടം, അതിനാണ് സാന്ദ്രണം എന്ന് പറയുന്നത്. അയിരുകളിൽ നിന്നും ഭൗമ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ. അയിരിൽ നിന്നും ഗാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അയിരുകളുടെ സാന്ദ്രണം. ഇനി നമ്മൾ ഈ സാന്ദ്രണ പ്രക്രിയ അയിരിലെ അടങ്ങിയിട്ടുള്ള മാലിന്യത്തിന്റെ സ്വഭാവത്തിനെയും അയിരിന്റെ സ്വഭാവത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നമുക്ക്. അയിരിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന രീതി. ഇപ്പോ അയിരിൽ മാലിന്യമുണ്ട്. ഈ മാലിന്യത്തിന് സാന്ദ്രത കുറവാണ്. അയിരിനേക്കാളും മാലിന്യത്തിന് സാന്ദ്രത കുറവാണെങ്കിൽ നമുക്ക് ആ അയിരിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം ജലപ്രവാഹത്തിൽ കഴുകുക എന്ന പ്രക്രിയയാണ്. ജലപ്രവാഹത്തിൽ കഴുകൽ. ഇതിനെ ലെവിഗേഷൻ എന്നും പറയാറുണ്ട്. ലെവിഗേഷൻ, ജലപ്രവാഹത്തിൽ കഴുകൽ. അയിരിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന രീതി. അയിരിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ജലപ്രവാഹത്തിൽ കഴുകൽ. ഇത് ഒരു രീതിയാണ്. ഇനി നമ്മൾ വീണ്ടും ഇത് പരിശോധിക്കുമ്പോൾ മാലിന്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറവും ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പ്ലവന പ്രക്രിയ എന്ന് പറയും. പ്ലവന പ്രക്രിയ, ഇംഗ്ലീഷിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മാലിന്യങ്ങളെക്കാൾ സാന്ദ്രത കുറഞ്ഞ അയിരിന്റെ സാന്ദ്രണ രീതിക്ക് പറയുന്ന പേരാണ് പ്ലവന പ്രക്രിയ. മാലിന്യങ്ങളെക്കാൾ സാന്ദ്രത കുറഞ്ഞ അയിരിനെ വേർതിരിക്കുന്ന പ്രക്രിയ, ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. ഇതിനെയാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. ഇത് പൊതുവെ ഇങ്ങനെയുള്ള രീതി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സൾഫൈഡ് ഓറുകളെ ആണ് ശരിക്കും ഇതുപോലത്തെ പ്ലവന പ്രക്രിയകൾക്ക് വിധേയമാക്കാറുള്ളത്. സൾഫർ അടങ്ങിയിട്ടുള്ള ഓർ അയിരുകളെയാണ് സൾഫൈഡ് ഓർ എന്ന് പറയുന്നത്. അപ്പൊ സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി അല്ലെങ്കിൽ സൾഫൈഡ് അയിരുകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതെന്ന് ചോദിച്ചാലും പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളെ ശുദ്ധീകരിക്കുന്ന രീതി, അത് പ്ലവന പ്രക്രിയ. മറ്റൊരു രീതിയാണ്, നമുക്കറിയാം ലോഹങ്ങളായതുകൊണ്ട് തന്നെ ലോഹങ്ങൾക്ക് കാന്തിക സ്വഭാവം ഉള്ളതായിട്ട് നമുക്കറിയാം. അത് എല്ലാ ലോഹങ്ങൾക്കും ഒരുപോലെയല്ല കാന്തിക സ്വഭാവം ഉള്ളത്. കാന്തിക സ്വഭാവം ചില ലോഹങ്ങൾക്ക് കൂടുതലാണ്. ഇപ്പോൾ ഇരുമ്പ് കാന്തിക സ്വഭാവം കൂടുതലുള്ള ഒരു ലോഹമാണ്.
അപ്പൊ കാന്തിക സ്വഭാവം കൂടുതലുള്ള അയിരിന്റെ സാന്ദ്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം കാന്തിക വിഭജനം. കാന്തിക സ്വഭാവം കൂടുതലുള്ള അയിരിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി കാന്തിക സ്വഭാവം കൂടുതലുള്ള അയിരിന്റെ സാന്ദ്രണ രീതി ഏതെന്ന് ചോദിച്ചാൽ കാന്തിക വിഭജനം. കാന്തിക മണ്ഡലത്തിലൂടെ ഈ പൊടിച്ച അയിരിനെ കടത്തി വിട്ടിട്ട് ഇതിനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. ഇനി ഒരു പ്രക്രിയ കൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മളൊരു ലായകത്തിന്റെ സഹായത്തോടു കൂടി അയിരിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ലായകമാണ് അവിടെ പ്രധാനം. അതായത് അയിര് ലയിക്കുന്നതും മാലിന്യം ലയിക്കാത്തതുമായ ലായകം ഉപയോഗിച്ച് അയിരിനെ ശുദ്ധീകരിക്കുന്ന രീതി. അയിര് ലയിക്കുന്നതും മാലിന്യം ലയിക്കാത്തതുമായ ലായകം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന രീതി, ഇതിനെ ലീച്ചിങ് എന്ന് പറയും. ലീച്ചിങ് പ്രക്രിയ. അയിര് ലയിക്കുന്നതും മാലിന്യം ലയിക്കാത്തതുമായ ലായകം ഉപയോഗിച്ച് അയിരിനെ ശുദ്ധീകരിക്കുന്ന രീതി ലീച്ചിങ്. ഈ 4 രീതിയിലൂടെ നമുക്ക് അയിരിനെ സാന്ദ്രണം നടത്താൻ പറ്റും. അതിലൊന്ന് ജലപ്രവാഹത്തിൽ കഴുകൽ, 2 പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് ഉദ്ദേശിക്കുന്നത് മാലിന്യത്തിന് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ, എന്നാൽ അയിരിന് മാലിന്യത്തെക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ പ്ലവന പ്രക്രിയ ഉപയോഗിക്കും. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം നടത്തുന്ന രീതിയാണ് ഈ പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. കാന്തിക സ്വഭാവം കൂടുതലുള്ള അയിരുകളെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. അല്ലെങ്കിൽ കാന്തിക വിഭജനം. 4ാമത് നമ്മൾ മനസ്സിലാക്കിയതാണ് അയിര് ലയിക്കുന്നതും എന്നാൽ മാലിന്യം ലയിക്കാത്തതുമായ ലായകം ഉപയോഗിച്ചുകൊണ്ട് അയിരിനെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ആദ്യ ഘട്ടമായി മനസ്സിലാക്കുന്നത്. 2ാമത്തെ ഘട്ടം, ലഭിക്കുന്ന ഈ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചിട്ടുള്ള അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ലഭിക്കുന്ന ശുദ്ധീകരിച്ച അയിരിനെ എടുത്തിട്ട് അതിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിലേക്കാണ് നമുക്ക് വരേണ്ടത്. അത് പ്രധാനമായിട്ട് 2 രീതിയാണ് അവലംബിക്കാറുള്ളത്. ഒന്ന്, പൊടിച്ച അയിരിനെ വായുപ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതിയുണ്ട്. പൊടിച്ച അയിരിനെ വായുപ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതി, ഇതിനെ റോസ്റ്റിംഗ് എന്ന് പറയും. റോസ്റ്റിംഗ്. പൊടിച്ച അയിരിനെ വായുപ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതിയെ റോസ്റ്റിംഗ് എന്ന് പറയാം. റോസ്റ്റിംഗ്. അത് ശക്തമായ വായുപ്രവാഹത്തിലാണ് ഈ പ്രക്രിയ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിനെ റോസ്റ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രക്രിയക്ക് പറയുന്ന റോസ്റ്റിംഗ് എന്നാണ്. 2ാമത് രീതിയുണ്ട്, ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ, വോളറ്റൈൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. ബാഷ്പശീലമുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അത് ബാഷ്പശീലമുള്ള മാലിന്യങ്ങളാണ്. അങ്ങനെയുള്ള മാലിന്യങ്ങളാണെങ്കിൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കി ലോഹത്തെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. റോസ്റ്റിംഗ്, കാൽസിനേഷൻ. വായുപ്രവാഹത്തിൽ ചൂടാക്കുന്നത് റോസ്റ്റിംഗ്, വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നത്
കാൽസിനേഷൻ. ഇനി റോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അതിലേക്ക് കുറച്ച് ചാർക്കോൾ ചേർത്ത് അയിരിനെ ഒന്നുകൂടെ ചൂടാക്കാറുണ്ട്. എന്നിട്ടാണ് പൂർണ്ണമായി ലോഹത്തെ അതിൽ നിന്ന് വേർതിരിക്കാറുള്ളത്. ആ ഒരു പ്രക്രിയ സ്മെൽറ്റിംഗ് എന്ന് പറയും. സ്മെൽറ്റിംഗ്. റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ. റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയെ സ്മെൽറ്റിംഗ് എന്ന് പറയും. സ്മെൽറ്റിംഗ്. അപ്പോൾ റോസ്റ്റിംഗ്, കാൽസിനേഷൻ, സ്മെൽറ്റിംഗ്, ഇങ്ങനെ 3 പദങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി അടുത്തൊരു പ്രക്രിയയാണ് സ്വേദനം. ഡിസ്റ്റിലേഷൻ എന്നൊരു പ്രക്രിയ കൂടെയുണ്ട്. ഡിസ്റ്റിലേഷൻ, സ്വേദനം. അതായത് ബാഷ്പശീലമുള്ള ലോഹങ്ങളെ, പെട്ടെന്ന് ബാഷ്പമാക്കാൻ പറ്റുന്ന ലോഹങ്ങളെ ശക്തിയായി ചൂടാക്കി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം എന്ന് പറയുന്നത്. ബാഷ്പശീലം കൂടുതലുള്ള ലോഹങ്ങളെ ശക്തിയായി ചൂടാക്കി മാലിന്യങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയെ സ്വേദനം എന്ന് പറയാം. സ്വേദനം. ബാഷ്പശീലം കൂടുതലുള്ള ലോഹങ്ങളെ ശക്തിയായി ചൂടാക്കി മാലിന്യങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയെ സ്വേദനം എന്ന് പറയുന്നു. സ്വേദനം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ലോഹത്തെ ശുദ്ധീകരിക്കുകയാണ് ഈ സ്വേദനം ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2ാം ഘട്ടത്തിൽ അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ച് കഴിഞ്ഞു. 3ാം ഘട്ടത്തിൽ ലഭ്യമായ ലോഹത്തിനെ വീണ്ടും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് സ്വേദന പ്രക്രിയ നടത്തുന്നത്. ഇപ്പോൾ ബാഷ്പശീലം കൂടുതലുള്ള ലോഹങ്ങളെ ശക്തിയായി ചൂടാക്കി മാലിന്യങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയ സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അതിലൂടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്വേദനത്തിലൂടെ വേർതിരിക്കാൻ സാധിക്കുന്ന ലോഹങ്ങൾ, സ്വേദനത്തിലൂടെ വേർതിരിക്കാൻ കഴിയുന്ന ലോഹങ്ങൾ സിങ്കും മെർക്കുറിയുമാണ്. സിങ്കും മെർക്കുറിയും സ്വേദനത്തിലൂടെ വേർതിരിക്കാൻ കഴിയുന്ന ലോഹങ്ങൾ. ഇതിലെ നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഘട്ടങ്ങൾ 3 മനസ്സിലാക്കി. ആ 3 ഘട്ടങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതില് 2ാമത് മനസ്സിലാക്കിയാണ് റോസ്റ്റിംഗ്, കാൽസിനേഷൻ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഘട്ടത്തിലായിട്ടാണ് സ്മെൽറ്റിങ്ങും സ്വേദനവും വരുന്നത്. സ്മെൽറ്റിങ്ങും സ്വേദനവും. ഈ വിധം ഈ പറയപ്പെടുന്ന രീതിയിലെല്ലാം നമുക്ക് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇത് പൊതുവെ നമ്മൾ ധാതുക്കളിൽ നിന്നും ലോഹങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളതാണ്. പിന്നെ നമുക്കിവിടെ PSC ചോദിച്ചു കണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും ഓരോ ലോഹത്തിന്റെ അയിരുകളെ പരിചയപ്പെടാനുണ്ട്. അതിൽ നിന്നും PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറെ ലോഹങ്ങളും അവയുടെ അയിരുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ചോദിച്ചതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ളവ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക. അതിൽ തോറിയം എന്ന് പറയുന്ന മൂലകം, തോറിയത്തിന്റെ പ്രധാനപ്പെട്ട അയിര് മോണോസൈറ്റ് ആണ്. മോണോസൈറ്റിൽ നിന്നാണ് തോറിയത്തെ വേർതിരിച്ചെടുക്കുന്നത്. തോറിയത്തിന്റെ അയിര്, തോറിയം. അടുത്ത് യുറേനിയത്തിന്റെ അയിര് പിച്ച് ബ്ലെൻഡ്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. കാൽസ്യം
കാൽസ്യത്തിന്റെ അയിര് ഡോളോമൈറ്റ്, ജിപ്സം. 2 അയിരുകളുണ്ട് അതിന്, ഡോളോമൈറ്റ്, ജിപ്സം. അടുത്ത ആന്റിമണി എന്ന ലോഹത്തിന്റെ അയിര് സ്റ്റിബ്നൈറ്റ്. സ്റ്റിബിയം എന്നുള്ള പേരിൽ നിന്നാണ് അതിന് ആന്റിമണിയുടെ സിമ്പൽ കിട്ടുന്ന SB. അതുപോലെ സ്റ്റിബ്നൈറ്റ് എന്നാണ് ആന്റിമണിയുടെ അയിരിന്റെ പേര്. അടുത്ത് മെഗ്നീഷ്യത്തിൻ്റെത് ഡോളോമൈറ്റ്, മാഗ്നസൈറ്റ്. അപ്പൊ കാൽസ്യത്തിനും ഡോളോമൈറ്റ് എന്നല്ലേ? കാൽസ്യത്തിനും വരും. ഇനി ഇരുമ്പിന്റെ, അത് PSC ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പിന്റെ അയിര് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. അലൂമിനിയം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അലൂമിനിയത്തിന്റെ 2 ഓറുകൾ പരിചയപ്പെടാനുണ്ട്. ഒന്ന് ബോക്സൈറ്റ്, അലൂമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അടുത്ത ലെഡ്, ഗലീന. ലെഡിന്റെ ഓറാണ് ഗലീന. മെർക്കുറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിന്നബാർ. മെർക്കുറിയുടെ ഓറാണ് സിന്നബാർ. കോപ്പറിൻ്റെത് മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. 2 എണ്ണം ഉണ്ട്. മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. കോപ്പർ, മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. സിൽവറിൻ്റെത് അർജന്റൈറ്റ്. 3 എണ്ണം വരുന്നുണ്ട്. അർജന്റൈറ്റ്, റൂബി സിൽവർ, ഹോൺ സിൽവർ. അർജന്റൈറ്റ്, റൂബി സിൽവർ, ഹോൺ സിൽവർ. ഗോൾഡ്, കലാവറൈറ്റ്, ഔറൈറ്റ്. കലാവറൈറ്റ്, ഔറൈറ്റ് 2 എണ്ണം ഉണ്ട്. അതിന്. കലാവറൈറ്റ്, ഔറൈറ്റ്.
ബോറോൺ എന്നുള്ള ഒരു മൂലകം, അതിന് പൊതുവെ ബോറോണ് ഉപലോഹമായിട്ട് വരുന്നുണ്ട്, അത് മെറ്റലോയിഡായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ഓറുണ്ട്, ടിങ്കൽ എന്നാ പറയുന്നത്. ബോറോൺ, ടിങ്കൽ, ടിങ്കൽ, ബോറോൺ. ധാരാളം ലോഹങ്ങൾ ഉള്ളതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു തന്നത്. കുറഞ്ഞത് ഇത്രയുമെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും ലോഹങ്ങളുടെ അയിരുകൾ പരിചയപ്പെട്ടിരിക്കണം. ഇതിൽ പലതും ചോദിച്ചിട്ടുള്ളവയാണ് കൂടെയാണ്. ടൈറ്റാനിയം ചോദിച്ചിട്ടുണ്ട്, ടൈറ്റാനിയം കൂടെ എഴുതുക. ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ, ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ. ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ, ഇൽമനൈറ്റ് റൂട്ടൈൽ. ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇത് ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? ഭാവിയിലെ ലോഹം, ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തിനെയാണ് ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത്. മെറ്റൽ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ടൈറ്റാനിയം. അതുപോലെ അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? അത്ഭുത ലോഹം, അത്ഭുത ലോഹം ടൈറ്റാനിയം. അത്ഭുത ലോഹം ടൈറ്റാനിയം. ടൈറ്റാനിയം എന്ന ലോഹം കണ്ടെത്തിയത് വില്യം ഗ്രിഗർ. വില്യം ഗ്രിഗർ എന്ന ശാസ്ത്രജ്ഞനാണ് ടൈറ്റാനിയം എന്ന ലോഹം കണ്ടെത്തുന്നത്. അവിടെ വേറെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത്? ചന്ദ്രോപരിതലത്തിൽ, ഭൂവൽക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. അതുപോലെ ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ടൈറ്റാനിയം, ടൈറ്റാനിയം. അടുത്തത് വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം അത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ്, വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ്. ഏറ്റവും വെളുത്ത വസ്തു എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ഏറ്റവും വെളുത്ത വസ്തു എന്ന് പറയുന്നതും ടൈറ്റാനിയം ഡയോക്സൈഡിനെയാണ്. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഹം. വിമാനഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന ലോഹം ടൈറ്റാനിയം. എന്നാൽ വിമാനഭാഗം നിർമ്മിക്കുന്ന ലോഹ സങ്കരം എന്നാണ് ചോദ്യമെങ്കിൽ ഡ്യൂറാലുമിൻ. വിമാനഭാഗങ്ങൾ നിർമ്മിക്കുന്ന ലോഹ സങ്കരം ഡ്യൂറാലുമിൻ. ഇനി പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ്, കേരള തീരത്തെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപം.
കേരള തീരത്തെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപം. അത് ഇൽമനൈറ്റ് മോണോസൈറ്റ്. ഇൽമനൈറ്റ് മോണോസൈറ്റ് ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്. കേരള തീരത്തെ കരിമണലിൽ നിന്നും ലഭിക്കുന്ന ധാതു നിക്ഷേപം ഇൽമനൈറ്റ് മോണോസൈറ്റ്. അതുപോലെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഏഷ്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ്. അതായത് ടൈറ്റാനിയം വേർതിരിക്കുന്ന, ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. അതുപോലെ അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ടൈറ്റാനിയം സ്പോഞ്ച് മിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അങ്ങനെയും ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ടൈറ്റാനിയം സ്പോഞ്ച് മിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചവറ. ടൈറ്റാനിയം സ്പോഞ്ച് മിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചവറ. ഞാൻ ടൈറ്റാനിയത്തിന്റെ അയിര് പറഞ്ഞപ്പോഴാണ് കൂടെ അതിന്റെ വിവരങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ലോഹ നിഷ്കർഷണ പ്രക്രിയയാണ്. ആ ലോഹ നിഷ്കർഷണ പ്രക്രിയ ഘട്ടങ്ങളായിട്ട് മനസ്സിലാക്കി. തുടർന്ന് ലോഹങ്ങളുടെ അയിരുകളെ പരിചയപ്പെട്ടു. അതിൽ നിന്നാണ് ടൈറ്റാനിയം എന്ന ലോഹത്തിന്റെ കുറച്ച് വിവരങ്ങൾ കൂടെ മനസ്സിലാക്കിയത്. ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, കാൽസിനേഷനും സ്മെൽറ്റിങ്ങും ഒന്ന് പറയോ? ഒന്നുകൂടെ പറയോ? അതെ, കാൽസിനേഷൻ എന്ന് പറഞ്ഞാല് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ സാന്ദ്രണം നടത്തിയ അയിരിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇത് കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ. കാൽസിനേഷൻ. സ്മെൽറ്റിംഗ് എന്നാൽ റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം, റോസ്റ്റിംഗ് കഴിഞ്ഞ സ്മെൽറ്റിംഗ് എന്നാൽ റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് സ്മെൽറ്റിംഗ്. ഇവിടെ ഈ ഓക്സൈഡുകളായിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഓക്സിജനും കൂടെ വരുന്നതാണ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓക്സിജനും കൂടെ പൂർണ്ണമായി മാറ്റിയാലേ ലോഹം സ്വതന്ത്രമാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ചാർക്കോൾ കൂടെ ചേർക്കുന്നത്. അപ്പൊ ഇവിടെ റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അത് 3 ഘട്ടങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്. ആദ്യത്തേതിൽ സാന്ദ്രണം എന്ന് പറഞ്ഞു ശുദ്ധീകരിക്കുന്നത്, രണ്ടാമത്തേത് ലോഹത്തെ വേർതിരിക്കുന്നത്, അതുപോലെ മൂന്നാമത്തെ ഈ സ്മെൽറ്റിങ്ങും സ്വേദനവും വരുന്നതിന്റെ കോമൺ ആയിട്ട് എന്തെങ്കിലും പറയാം? അല്ല, അങ്ങനെയല്ല. സ്വേദനവും സ്മെൽറ്റിങ്ങും 3ാം ഘട്ടമാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന, ഇപ്പോ അയിരിൽ നിന്നും ലോഹം വേർതിരിക്കുന്നതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത്. ഇനി അത് റോസ്റ്റിംഗും കാൽസിനേഷൻ വരുന്നത്. ശരിക്കും പൂർണ്ണമായിട്ട് ലോഹം നമുക്ക് വേർതിരിച്ച് കിട്ടില്ല അതിൽ, കാരണം ഓക്സൈഡുകളുടെ രൂപത്തിലാണ് കിട്ടുന്നത്. മൂന്നാമത് നമുക്ക് അതിനെ റിഡക്ഷൻ, നിരോക്സീകരണം നടത്തിയിട്ട് ആണ് ലോഹം കിട്ടുന്നത്. ഈ ലോഹം ഇത് വീണ്ടും ലോഹത്തിൽ മാലിന്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ മാലിന്യത്തെയാണ് നമ്മൾ 3ാം ഘട്ടത്തിൽ നീക്കം ചെയ്ത് പൂർണ്ണമായും ശുദ്ധമായ ലോഹമാക്കി മാറ്റുന്നത്. അപ്പോൾ അതാണ് അതിൽ വരുന്നതാണ് സ്മെൽറ്റിങ്ങും സ്വേദനമൊക്കെ. ഇത് 3ാം ഘട്ടത്തിൽ വരുന്നതാണ്. ലോഹത്തെ വേർതിരിച്ചതിന് ശേഷം ആ വേർതിരിക്കപ്പെട്ട ലോഹത്തിൽ
മാലിന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാം. ആ മാലിന്യത്തെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതികളാണ് ഈ സ്മെൽറ്റിങ്ങും അതുപോലെ സ്വേദനമൊക്കെ വരുന്നത്. പിന്നെ ഇതിലല്ലാതെ വേറെ ഉണ്ട് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്, അതായത് വൈദ്യുത വിശ്ലേഷണ രീതി എന്ന് പറഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. മോൺസ് പ്രക്രിയ, അത് ഞാൻ പിന്നാലെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് പ്രധാനപ്പെട്ട രണ്ടെണ്ണം പറഞ്ഞു തന്നത്. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് ലോഹങ്ങളെ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ സംശയമുണ്ടോ? ഓക്കെ, നമുക്കിനി ഓരോ ലോഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇപ്പൊ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഇതുവരെ ലോഹ നിഷ്കർഷണവും അതിന്റെ പ്രധാനപ്പെട്ട അയിരുകളുമാണ് മനസ്സിലാക്കിയത്. നമുക്ക് പ്രധാനപ്പെട്ട ലോഹങ്ങൾ മാത്രം ഒന്ന് പരിശോധിച്ചു പോവാം. അതിലൊന്നാണ് സ്വർണം. സ്വർണം ആദ്യമായിട്ട് ഇതിനെ വേർതിരിച്ചെടുക്കുന്ന ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ഡബ്ല്യു മാർഷൽ എന്നാണ്. ജെയിംസ് ഡബ്ല്യു മാർഷൽ സ്വർണം വേർതിരിച്ചെടുക്കുന്ന, അതായത് ഈ സ്വർണത്തിന്റെ അയിരിൽ നിന്നും സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നത്. പൊതുവെ സ്വതന്ത്രാവസ്ഥയിലാണ് സ്വർണം കാണപ്പെടുന്നത്. പക്ഷെ അത് സംയുക്ത രൂപത്തിൽ തന്നെയാണ്. മറ്റുള്ള ലോഹങ്ങളെ വേർതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ് ഇതിനെ സ്വർണത്തെ വേർതിരിക്കാൻ. അങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞനായി മനസ്സിലാക്കേണ്ടത് ജെയിംസ് ഡബ്ല്യു മാർഷൽ. അടുത്ത ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സ്വർണം. ലോഹങ്ങളുടെ രാജാവ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഈ സ്വർണത്തിന്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് അത് കാരറ്റ് ആണ്. നമുക്കറിയാം 22 കാരറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാ. അപ്പൊ കാരറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് സ്വർണത്തിന്റെ ശുദ്ധത രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമുണ്ട്. അതിന്റെ പേര് കാരറ്റ് അനലൈസർ എന്നാണ്. കാരറ്റ് അനലൈസർ. അതൊരു PSCയുടെ ചോദ്യം തന്നെയാണ് പറയുന്നത്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സ്വർണം. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സ്വർണം 22 കാരറ്റ് ആണ്. 22 കാരറ്റ്. 22 കാരറ്റ് എന്നുള്ളത് 916 ഗ്രാം. 916 ഗ്രാം, അതായത് 91.6% ഗോൾഡ് ഉണ്ട് എന്നർത്ഥം. PSC ശുദ്ധമായ സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ 24 കാരറ്റ് ആണ്. 24 കാരറ്റ്. ആഭരണങ്ങൾ നിർമ്മിക്കാനാണ് 22 കാരറ്റ്. എന്നാൽ ശുദ്ധമായ സ്വർണത്തിന്റെ ശുദ്ധത, അതിന്റെ അളവ് 24 കാരറ്റ് ആണ്. ഇനി വജ്രാഭരണങ്ങളിൽ സ്വർണത്തിന്റെ ശുദ്ധത ചോദിക്കാം. വജ്രാഭരണങ്ങളിൽ സ്വർണത്തിന്റെ ശുദ്ധത 18 കാരറ്റ് ആണ്. അത് മാറിപ്പോകരുത്. അതായത് വജ്രാഭരണങ്ങളിൽ സ്വർണത്തിന്റെ ശുദ്ധത 18 കാരറ്റ്. അതുപോലെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് സ്വർണത്തിനോടൊപ്പം ചേർക്കുന്ന ലോഹം ഏത് എന്ന് ചോദിക്കാം. ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് സ്വർണത്തിനോടൊപ്പം ചേർക്കുന്ന ലോഹം കോപ്പർ. ഉത്തരം കോപ്പർ. അടുത്തതായി ഈ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം അക്വറീജിയ, രാജദ്രാവകം. അക്വറീജിയ.
പിന്നെ സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. അതിന്റെ മൂല്യം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ട്രോയ് ഔൺസ് എന്ന് മനസ്സിലാക്കുക. ട്രോയ് ഔൺസ്. സ്വർണം, വെള്ളി മുതലായവയുടെ മൂല്യം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ട്രോയ് ഔൺസ്. ഒരു ട്രോയ് ഔൺസ് എന്നുള്ളത് 31.3 ഗ്രാം ആണ്. ഒരു ട്രോയ് ഔൺസ് എന്നാൽ 31.3 ഗ്രാം. 31.3 ഗ്രാം. സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയ, ഇത് PSCയുടെ മുൻ ചോദ്യമാണ്. സയനൈഡ് പ്രക്രിയ. സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയ സയനൈഡ് പ്രക്രിയ. സയനൈഡ് പ്രക്രിയ. അടുത്ത സ്വർണം, വെള്ളി എന്നിവയുടെ ഗുണനിലവാരത്തിന് നൽകുന്ന മുദ്ര. അങ്ങനെയും ചോദിക്കാം. സ്വർണം, വെള്ളി എന്നിവയുടെ ഗുണനിലവാരത്തിന് നൽകുന്ന മുദ്ര അത് ഹാൾമാർക്ക് മുദ്രയാണ്. ഹാൾമാർക്ക് മുദ്ര. സ്വർണം, വെള്ളി എന്നിവയുടെ ഗുണനിലവാരത്തിന് നൽകുന്ന മുദ്ര ഹാൾമാർക്ക് മുദ്ര. അടുത്ത് പഞ്ചലോഹത്തിലെ ഘടകങ്ങൾ. നല്ലതാണ്. നമുക്ക് ഇനി ലോഹസങ്കരം വരുമ്പോൾ അതില് കൂടുതലായിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് ഈ പഞ്ചലോഹം. പഞ്ചലോഹത്തിലെ ഘടകങ്ങൾ സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം, ഇരുമ്പ്. ഈ 5 ഘടകങ്ങളാണ് പഞ്ചലോഹത്തിൽ വരുന്നത്. സ്വർണം, വെള്ളി, ഈയം, ചെമ്പ്, ഇരുമ്പ്. ഇത്രയാണ് പഞ്ചലോഹങ്ങളിൽ കാണപ്പെടുന്നത്. അതുപോലെ പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതെന്ന് ചോദിക്കാം. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കോപ്പറാണ്. കോപ്പർ. നമ്മളിവിടെ സ്വർണം, വെള്ളി പഠിച്ചപ്പോൾ ഇനി മനസ്സിലാക്കാനുള്ളത് അതിന്റെ സ്വഭാവം കൂടെ പഠിക്കാം. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി എന്ന് 2 പ്രധാനപ്പെട്ട സ്വഭാവം ഇവ കാണിക്കുന്നുണ്ട്. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി. അതായത് ലോഹത്തെ തകിടുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മാലിബിലിറ്റി. ലോഹത്തെ അടിച്ചു പരത്തി തകിടാക്കുന്ന, നേർത്ത തകിടുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ലോഹങ്ങളെ നേർത്ത കമ്പികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി. നേർത്ത കമ്പികളാക്കി മാറ്റുന്ന പ്രക്രിയ ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ പരത്തി തകിടുകളാക്കി മാറ്റുന്ന പ്രക്രിയ മാലിബിലിറ്റി. മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്ന് ചോദിച്ചാൽ സ്വർണമാണ്. മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. അതുപോലെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിക്കാം. ഉത്തരം സ്വർണമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. ഡക്റ്റിലിറ്റി കൂടിയ രണ്ടാമത്തെ ലോഹം ചോദിക്കാം. അത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ. ഡക്റ്റിലിറ്റി കൂടിയ രണ്ടാമത്തെ ലോഹം ടങ്സ്റ്റൺ. അടുത്ത നാണയ ലോഹങ്ങൾ, കോയിനേജ് മെറ്റൽസ് എന്നറിയപ്പെടുന്ന ഏതൊക്കെയെന്ന് ചോദിക്കാം. നാണയ ലോഹങ്ങൾ അല്ലെങ്കിൽ കോയിനേജ് മെറ്റൽസ്.
ഗോൾഡ്, സിൽവർ, കോപ്പർ. ഇത് മൂന്നുമാണ് നാണയ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. കോയിനേജ് മെറ്റൽസ്. ഗോൾഡ്, സിൽവർ, കോപ്പർ. നാണയ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഗോൾഡ്, സിൽവർ, കോപ്പർ. അതുപോലെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം ഏത്? ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം ഏത് എന്ന് ചോദിക്കാം. അത് സിൽവർ ബ്രോമൈഡ്. ഫോട്ടോഗ്രാഫി ഫിലിമിലാണ് അത് പൂശുന്നത്. സിൽവർ ബ്രോമൈഡ്. അതുപോലെ ഏറ്റവും നല്ല വൈദ്യുത ചാലകതയും താപചാലകതയുമുള്ള ലോഹം. നമുക്കറിയാം ലോഹങ്ങൾക്ക് വൈദ്യുത ചാലകതയുണ്ട്, താപചാലകതയുണ്ട്. താപത്തെ കടത്തിവിടുന്നവയാണ്, വൈദ്യുതിയും കടത്തിവിടുന്നവയാണ്. ഇതിൽ ഏറ്റവും നല്ലത് വെള്ളിയാണ്. ഏറ്റവും നല്ല വൈദ്യുത ചാലകതയും താപചാലകതയുമുള്ള ലോഹം വെള്ളി. ഒരു തവണത്തെ PSC ക്വസ്റ്റ്യൻ ആണ്. കോപ്പറിന്റെ അയിര് ഏത് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി. മാലക്കൈറ്റ്, അതുപോലെ തന്നെ ചാൽക്കോലൈറ്റ്, രണ്ടെണ്ണമാണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിരെന്ന് പറയുന്നത്. ചെമ്പിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതെന്ന് ചോദിക്കാം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ഉത്തരം ചെമ്പാണ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് ഉപയോഗിച്ചത് ഇരുമ്പ്. ആദ്യമായി ഉപയോഗിച്ചത് ചെമ്പ്, രണ്ടാമത്തേത് ഇരുമ്പ്. ചെമ്പിന് ഏറ്റവും ലോഹസങ്കരങ്ങൾ നമുക്ക് ചെമ്പിന് കാണാൻ കഴിയും. ചെമ്പിന്റെ പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു തരാം. ചെമ്പിന്റെ പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ. ഓരോന്നായിട്ടത് മനസ്സിലാക്കുക. ബ്രാസ്, ബ്രോൺസ് എന്നിങ്ങനെയൊക്കെയാണ് അതിനെ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കില്ല. ബ്രാസ് എന്നുള്ളത് ചെമ്പിന്റെ ഒരു അലോയിയാണ്, ലോഹസങ്കരമാണ്. കോപ്പർ, സിങ്ക്, ഇത് രണ്ടും ഘടകങ്ങളായി വരുന്ന ഒരു സങ്കരമാണ് ബ്രാസ്. പിച്ചളയാണെന്ന് പറയും, പിച്ചള. അതുപോലെ ബ്രോൺസ്, വെങ്കലം. ബ്രോൺസ് ഓട് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയും. കോപ്പർ, ടിൻ. കോപ്പറും ടിന്നും ഘടകങ്ങളായി വരുന്നതാണ് ബ്രോൺസ്. അടുത്ത ഗൺമെറ്റൽ. മൂന്ന് ലോഹങ്ങളുടെ സങ്കരമാണ്. അതിൽ ഈ പറയപ്പെടുന്നതെല്ലാം കോപ്പറാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് കൂടെ മനസ്സിലാക്കാം. കോപ്പർ, ടിൻ, സിങ്ക്, ഇത് മൂന്നും അടങ്ങിയ ഘടകങ്ങളാണ് ഗൺ മെറ്റൽ എന്ന ലോഹസങ്കര അലോയി. കോപ്പറിന്റെ അലോയിയാണ് ഗൺ മെറ്റൽ. കോപ്പർ, ടിൻ, സിങ്ക് എന്നിവയാണ്. അടുത്ത ബെൽ മെറ്റൽ. കോപ്പറും ടിന്നും തന്നെയാണ് അതിലും വരുന്നത്. കോപ്പറും ടിന്നും. ബെൽ മെറ്റൽ, കോപ്പർ, ടിൻ.
അടുത്ത ഡെൽറ്റ മെറ്റൽ. ഡെൽറ്റ മെറ്റൽ. ഡെൽറ്റ മെറ്റൽ കോപ്പർ, സിങ്ക്, അയൺ. ഡെൽറ്റ മെറ്റൽ നമ്മുടെ കപ്പലിന്റെ അടിത്തട്ട് നിർമ്മിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡെൽറ്റ മെറ്റൽ. കടൽ ജലത്തിൽ നിന്നും, അതായത് കപ്പലിന്റെ അടിത്തട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് ഈ ഡെൽറ്റ മെറ്റൽ. കോപ്പർ, സിങ്ക്, അയൺ ഇവ മൂന്നിന്റെയും സങ്കരമാണ് ഡെൽറ്റ മെറ്റൽ. അടുത്ത മോൺസ് മെറ്റൽ. മോൺസ് മെറ്റൽ കോപ്പർ, സിങ്ക് ഈ രണ്ടിന്റെയും സങ്കരങ്ങളാണ് മോൺസ് മെറ്റൽ. അടുത്ത ഡച്ച് മെറ്റൽ. ഡച്ച് മെറ്റൽ പൊതുവെ ഈ വില കുറഞ്ഞ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ഡച്ച് മെറ്റൽ കോപ്പർ, സിങ്ക്. കോപ്പർ, സിങ്ക് ഇത് രണ്ടിന്റെയും മിശ്രിതമാണ് ഡച്ച് മെറ്റൽ. ഇത് പഠിക്കുമ്പോൾ PSC യുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, റോൾഡ് ഗോൾഡ് എന്നിങ്ങനെ ചോദിക്കും. ആർട്ടിഫിഷ്യൽ ഗോൾഡ് എന്നറിയപ്പെടുന്ന റോൾഡ് ഗോൾഡ്. റോൾഡ് ഗോൾഡ് കോപ്പറും അലൂമിനിയത്തിന്റെയും സങ്കരമാണ്. കോപ്പറിന്റെയും അലൂമിനിയത്തിന്റെയും സങ്കരമാണ് റോൾഡ് ഗോൾഡ്. അതുപോലെ മറ്റൊന്നാണ് ജർമ്മൻ സിൽവർ. റോൾഡ് ഗോൾഡ് പഠിക്കുമ്പം അതിന്റെ കൂടെ മനസ്സിലാക്കാനുള്ള ഒന്നാണ് ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവർ കോപ്പർ, സിങ്ക്, നിക്കൽ ഇവ മൂന്നിന്റെയും സങ്കരമാണ്. കോപ്പർ, സിങ്ക്, നിക്കൽ എന്നിവയുടെ സങ്കരമാണ് ജർമ്മൻ സിൽവർ. ഇത് കോപ്പറിന്റെ ലോഹസങ്കരങ്ങളാണ്, പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. കോപ്പറിന്റെ ലോഹസങ്കരങ്ങൾ. മറ്റൊരു PSC യുടെ ചോദ്യമാണ്, ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം ഏത്? ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം ഏത്? ഉത്തരം നമുക്കറിയാം, അലൂമിനിയം. അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. അതുകൊണ്ട് തന്നെ ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം അലൂമിനിയം. ഈ അലൂമിനിയം ത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. അതുപോലെ അലൂമിനിയത്തെ വേർതിരിക്കുന്ന പ്രക്രിയ ഏതെന്ന് മനസ്സിലാക്കാം. അലൂമിനിയത്തിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. അലൂമിനിയത്തെ വേർതിരിക്കുന്ന പ്രക്രിയ ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ആദ്യമായി അലൂമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ആദ്യമായി അലൂമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈസ്റ്റഡ്. ഹാൻസ് ഈസ്റ്റഡ്. ഹാൻസ് ഈസ്റ്റഡ് എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായി അലൂമിനിയത്തെ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. അലൂമിനിയത്തെ ആദ്യമായിട്ട് വേർതിരിച്ചെടുക്കുന്നത് ഹാൻസ് ഈസ്റ്റഡ്. അടുത്ത അലൂമിനിയത്തെ വേർതിരിക്കുന്നതിന് ലളിതമായ മാർഗം കണ്ടുപിടിച്ചത്? അലൂമിനിയത്തെ വേർതിരിക്കുന്നതിന് ലളിതമായ മാർഗം കണ്ടുപിടിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. ചാൾസ് മാർട്ടിൻ ഹാൾ. അതാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. അലൂമിനിയത്തെ വേർതിരിക്കുന്നതിന് ലളിതമായ മാർഗം ഉപയോഗിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ.
ഈ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി, നമുക്ക് ബോക്സൈറ്റ് ഭൂമിയിൽ നിന്നാണ് ലഭിക്കുന്നത്, ഭൂവൽക്കത്തിൽ നിന്ന്. അപ്പൊ അതിന്റെ ഓർ അലൂമിനിയത്തിന്റെ ഓറാണ്. നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്, ആദ്യം ഈ ഓറിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അത്. ഈ അലൂമിനിയത്തിന്റെ ബോക്സൈറ്റിന്റെ സാന്ദ്രണം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന രീതി ലീച്ചിങ് ആണ്. ലീച്ചിങ് അതായത് അയിര് ലയിക്കുന്നതും എന്നാൽ മാലിന്യം ലയിക്കാത്തതുമായ ഒരു ലായകം ഉപയോഗപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ലീച്ചിങ്. ഇവിടെ ഉപയോഗിക്കുന്ന ലായകം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ എന്ന ലായകത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ബോക്സൈറ്റിനെ ലീച്ചിങ്ങിന് വിധേയമാക്കുന്നത്. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ലീച്ചിങ്. അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ തന്നെ നീല നിറമുള്ള ഒരു ധാതു ഉണ്ട്. അലൂമിനിയത്തെ പോലെ ഇരിക്കും, അതിന്റെ നീല നിറമുള്ള ഒരു ധാതു ഉണ്ട്, ലാപ്പിസ് ലസൂലി എന്നാണ് അതിനെ പറയാറുള്ളത്. അത് ധാതുവാണ്, നമ്മൾ അയിരായിട്ട് ഉപയോഗിക്കാറില്ല. നീല നിറമാണത്, ലാപ്പിസ് ലസൂലി. അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ് ലാപ്പിസ് ലസൂലി. ലാപ്പിസ് ലസൂലി. ഈ വസ്ത്രങ്ങൾ അലക്കുമ്പോൾ വെണ്മ നൽകാൻ വേണ്ടി ഈ പദാർത്ഥം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. വസ്ത്രങ്ങൾ അലക്കുമ്പോൾ വെണ്മ നൽകാനുള്ള വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ലാപ്പിസ് ലസൂലിയാണ്. ലാപ്പിസ് ലസൂലി. എന്നാൽ അവിടെ വേറൊരു ചോദ്യം പ്രതീക്ഷിക്കാം. വസ്ത്രങ്ങളുടെ കറ കളയുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തം ഏത്? അത് അലൂമിനിയത്തിന്റെ സംയുക്തമാണ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് വസ്ത്രങ്ങളിലെ കറകൾ കളയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ സീഡികൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. സീഡികൾ, സിഗരറ്റ് റാപ്പറുകൾ, സിഗരറ്റ് റാപ്പറുകൾ ഇവയൊക്കെ നിർമ്മിക്കുന്ന ഒരു ലോഹമാണ് അലൂമിനിയം. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അലൂമിനിയം നമുക്ക് എഴുതാം. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം അലൂമിനിയം. ഈ അലൂമിനിയം നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റുകളിൽ വലിച്ചിരിക്കുന്ന അലൂമിനിയം കമ്പിയാണ്. ഏറ്റവും നമ്മൾ വൈദ്യുത ചാലകതയ്ക്ക് വേണ്ടി പോസ്റ്റുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഹ കമ്പി എന്നുള്ളത് അലൂമിനിയം കമ്പിയാണ്. അലൂമിനിയം റോഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം നാശന പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ടാണ്. നാശന പ്രതിരോധ ശേഷി, പിന്നെ അതുപോലെ തന്നെ ഇത് ഭാരക്കുറവ്, ചാലകത കൂടുതൽ, ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ അലൂമിനിയത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത്, അലൂമിനിയം കമ്പി ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ സംരക്ഷിക്കപ്പെടാനുള്ള കാരണം, അത് നാശന പ്രതിരോധ ശേഷി വരാനുള്ള കാരണം, അലൂമിനിയത്തിന്റെ പുറത്ത് ഒരു ഫിലിം ഫോം ചെയ്യും. അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യും. അലൂമിനിയം അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന അലൂമിനിയം ഓക്സൈഡ് ആണ് അതിന് കാരണം. ഈ അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു കോട്ടിങ് ഇതിന്റെ സർഫസിൽ ഉണ്ടാകും. അപ്പൊ ഈ സർഫസിൽ ഈ അലൂമിനിയം ഓക്സൈഡ് കോട്ടിങ് ഉണ്ടാകുമ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് നശിച്ചു പോകാറില്ല. അപ്പൊ ഈ അലൂമിനിയം ഓക്സൈഡിന് രണ്ട് സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവം ഇത് കാണിക്കും. അതുകൊണ്ട് കൂടെയാണ് ഇത് കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നത്. ആസിഡിന്റെ ഗുണവും ആൽക്കലിയുടെ ഗുണവും കാണിക്കുന്നവയാണ് ഈ പറഞ്ഞ
അലൂമിനിയം ഓക്സൈഡ്, അലൂമിനിയത്തിന്റെ ഓക്സൈഡ്. ആസിഡിന്റെ സ്വഭാവവും ആൽക്കലിയുടെ ഗുണവും കാണിക്കുന്ന അലൂമിനിയം സംയുക്തം അലൂമിനിയം ഓക്സൈഡ്. ഇനി ഇത്തരം ഓക്സൈഡുകൾക്ക് ഒരു പേര് കൂടെയുണ്ട്, ആംഫോട്ടറിക് ഓക്സൈഡ്. നമ്മൾ ആംഫീബിയൻ എന്ന് പറയുന്ന പോലെ കരയിലും ജലത്തിലും താമസിക്കുന്ന എന്ന് പറയുന്നത് പോലെ ആംഫോട്ടറിക് ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണമുള്ള ഓക്സൈഡുകളെ, പദാർത്ഥങ്ങളെ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയും. ആംഫോട്ടറിക് ഓക്സൈഡ്. അതുപോലെ തുണിത്തരങ്ങളില് ചായം കൊടുക്കാൻ മോർഡന്റ് ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം, അതും അലൂമിനിയത്തിന്റെ സംയുക്തമായ ആലമാണ്. ആലം. തുണിത്തരങ്ങളിൽ ചായം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം അല്ലെങ്കിൽ മോർഡന്റ് ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം ആലം. അലൂമിനിയത്തിന്റെ തന്നെ ഡബിൾ സൾഫേറ്റ് ആയിട്ടുള്ള ആലമാണ് ഉപയോഗിക്കുന്നത്. ഇത് അഗ്നിശമനികളിൽ നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അഗ്നിശമനികളിൽ ആലം ഉപയോഗിക്കാറുണ്ട്. അഗ്നിശമന സേന അവർ ഉപയോഗിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ അവർ തീ അണയ്ക്കുന്നതിന് വേണ്ടി അവിടെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ലായകമുണ്ട്. ആ ലായകം നിർമ്മിക്കുന്നതില് അല്ലെങ്കിൽ ആ ലായനി നിർമ്മിക്കുന്നതില് പ്രധാനപ്പെട്ട ഘടകം ആലമാണ്. അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. ആലം. അപ്പൊ അലൂമിനിയവുമായി ബന്ധപ്പെട്ട് കോപ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അലൂമിനിയവും കോപ്പറും ഓരോ ലോഹവും. അലൂമിനിയം ബബിൾ സൾഫേറ്റിന്റെ പോയിന്റ് ഒന്ന് പറയാമോ? അലൂമിനിയത്തിന്റെ ഡബിൾ സൾഫേറ്റ് ആണ് ആലം. ആലം എന്നുള്ളത് അലൂമിനിയത്തിന്റെ ഡബിൾ സൾഫേറ്റ് ആണ്. ആലം. വസ്ത്രത്തിലെ കറ കളയുന്ന സംയുക്തം എന്താ പറഞ്ഞത്? വസ്ത്രത്തിന്റെ കറ കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കറ കളയുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. വേറെ ഡൗട്ട് ഉണ്ടോ? ഏതൊക്കെയാ? ഗൺമെറ്റല് പറഞ്ഞല്ലോ. ഗൺമെറ്റൽ. അതില് അതെ പറഞ്ഞു. കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ, ടിൻ, സിങ്ക്. ടിൻ പ്രതീകം എസ്. ടിൻ, സിങ്ക്. വേറെ സംശയം ഉണ്ടോ? ഓക്കെ, തുടരല്ലോ, കണ്ടിന്യൂ ചെയ്യാലോ. നമുക്കിനി അടുത്ത് മനസ്സിലാക്കാനുള്ളത് PSCയുടെ മറ്റൊരു ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ചോദ്യത്തിൽ നിന്നും നമുക്ക് കൂടുതൽ മനസ്സിലാകാം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറിയാണ്. മെർക്കുറിയാണ് ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി. അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ സിൽവർ ഏതെന്ന് ചോദിക്കാം. ലിറ്റിൽ സിൽവർ എന്ന് വിളിക്കുന്നത് പ്ലാറ്റിനത്തിനെയാണ്. പ്ലാറ്റിനം. ക്വിക്ക് സിൽവർ
മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ എന്ന് വിളിക്കുന്നത് പ്ലാറ്റിനം. പ്ലാറ്റിനത്തിന് വേറൊരു പേരൂടെ ഉണ്ട്, വൈറ്റ് ഗോൾഡ്. വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനത്തിനെയാണ്. വൈറ്റ് ഗോൾഡ്, പ്ലാറ്റിനം. വൈറ്റ് ഗോൾഡ് എന്ന് പ്ലാറ്റിനത്തെയും വിളിക്കും, കാഷ്യൂനട്ടിനെയും പറയാറുണ്ട് വൈറ്റ് ഗോൾഡ്. ഗോൾഡ് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ചോദ്യം കൂടെ അതിൽ പ്രതീക്ഷിക്കാം നമുക്ക്. ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്, അത് അയൺ പൈററ്റിസ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളായ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതില് അയൺ പൈററ്റിസിനെ നമുക്ക് ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടും. അതുപോലെ ഫ്ലോയിങ് ഗോൾഡ്, ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയത്തിനെയാണ്. ഫ്ലോയിങ് ഗോൾഡ്, ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്ന വൈറ്റ് ഗോൾഡ് എന്താണ്? വൈറ്റ് ഗോൾഡ് പ്ലാറ്റിനം. പ്ലാറ്റിനം. അതുപോലെ കേശുനട്ടിനെ അറിയപ്പെടും. കേശുനട്ട് വൈറ്റ് ഗോൾഡ് എന്ന് പറയാറുണ്ട്. പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡ്. ഈ ബ്ലാക്ക് ഗോൾഡ്, ഫ്ലോയിങ് ഗോൾഡ് പെട്രോളിയം പഠിച്ചതുപോലെ ബ്ലാക്ക് ഗോൾഡ് എന്ന് ചോദിക്കാം. ബ്ലാക്ക് ഗോൾഡ് പെട്രോളിയം പെപ്പറും പറയാൻ കഴിയും. പെട്രോളിയം ബ്ലാക്ക് ഗോൾഡ് ആണ്. അതുപോലെ തന്നെ പെപ്പർ, കുരുമുളക്, ഇതും ബ്ലാക്ക് ഗോൾഡ് ആണ്. ബ്ലാക്ക് ഡയമണ്ട് എന്ന് ചോദിച്ചാൽ കോൾ, കൽക്കരിയ. ബ്ലാക്ക് ഡയമണ്ട്, കോൾ. അതുപോലെ ഗ്രീൻ ഗോൾഡ്, വാനില. ഗ്രീൻ ഗോൾഡ്, വാനില. ഗ്രീൻ ഗോൾഡ്, വാനില. ബ്ലൂ ഗോൾഡ്, വാട്ടർ. ബ്ലൂ ഗോൾഡ്, വാട്ടർ. നമ്മൾ മെർക്കുറിയുടെ കാര്യമാണ് പരിശോധിച്ചത്. മെർക്കുറി എന്നുള്ളത് നമുക്കറിയാം, വളരെ ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നു. ലോഹങ്ങളിൽ, ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മെർക്കുറി. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളിൽപ്പെട്ടതാണ് മെർക്കുറി. മെർക്കുറി കൂടാതെ ഉള്ളത് ഇവിടെ നോട്ട് ചെയ്യുക: സീസിയം, ഗാലിയം. ഇത് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവില് കാണപ്പെടുന്നവയാണ്, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ്. ഒന്ന് മെർക്കുറി, കൂടാതെ സീസിയം, ഗാലിയം ഇവിടെ വരുന്നുണ്ട്. ദ്രവണാങ്കം കുറഞ്ഞ ലോഹം എന്ന് ചോദിച്ചാലും മെർക്കുറിയാണ്. ദ്രവണാങ്കം കുറഞ്ഞ ലോഹം. ദ്രവണാങ്കം കുറഞ്ഞ ലോഹം മെർക്കുറി. അതുപോലെ സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം നമുക്കറിയാം, മെർക്കുറിയാണ്. ഇത് ദ്രാവകാവസ്ഥയിൽ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു പേരിലൂടെ പറയും, അസാധാരണ ലോഹം എന്നും പറയാറുണ്ട്. അസാധാരണ ലോഹം എന്ന് പറഞ്ഞാലും മെർക്കുറിയാണ്. അതുപോലെ മെർക്കുറി ചേർത്ത ലോഹസങ്കരത്തിനൊരു പേരുണ്ട്, അമാൽഗം.
അമാൽഗം. മെർക്കുറി ചേർത്ത ലോഹസങ്കരത്തെയാണ് അമാൽഗം. സോഡിയം അമാൽഗം, സിങ്ക് അമാൽഗം എന്നൊക്കെ പറഞ്ഞുള്ള ലോഹസങ്കരങ്ങളുണ്ട്. അത് മെർക്കുറി ചേർത്ത അതുകൊണ്ടാണ് ആ ലോഹസങ്കരത്തെ അമാൽഗം എന്നറിയപ്പെടുന്നത്. ഈ കണ്ണാടിയിൽ പൂശുന്ന ഒരു മെർക്കുറിക് സംയുക്തമുണ്ട്. കണ്ണാടിയുടെ പിന്നിലായിട്ട് പൂശുന്ന മെർക്കുറിക് സംയുക്തം ചിൻ അമാൽഗം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ചിൻ അമാൽഗം, കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം ചിൻ അമാൽഗം. അതുപോലെ പല്ലിലെ പോടുകൾ അടയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അമാൽഗം. പല്ലിലെ പോടുകൾ അടയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അമാൽഗം. സിൽവർ അമാൽഗം. സിൽവർ മെർക്കുറി ലോഹത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഫ്ലാസ്ക്. മെർക്കുറി ലോഹത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഫ്ലാസ്ക്. പിന്നെ നമുക്ക് ഇത് മെർക്കുറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായി ഇപ്പൊ നമ്മൾ നോക്കിയത്. പിന്നെ PSCയുടെ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മൃദുവായ ലോഹം ഏത്? മൃദുവായ ലോഹം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഉദാഹരണം തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളി, സോഡിയം, ചെമ്പ്, അലൂമിനിയം ഇത്രയും തന്നിട്ടാണ് ചോദിക്കുന്നത്. ഇതിൽ മൃദുവായ ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ഇത് പ്രധാനമായി രണ്ടെണ്ണമാണ്. ഒന്ന് സോഡിയം, മറ്റൊന്ന് മെഗ്നീഷ്യം. സോഡിയം, പൊട്ടാസ്യം. മൃദുവായ ലോഹങ്ങൾ രണ്ടെണ്ണമാണ്, സോഡിയവും പൊട്ടാസ്യവും. സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം സോഡിയത്തിന്റെ പ്രത്യേകതയിലേക്ക് വന്നാൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹമാണ് സോഡിയം. അതുപോലെ പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ അത് സോഡിയവും പൊട്ടാസ്യവുമാണ്. സോഡിയത്തിന്റെ അയിരുകളാണ് റോക്ക് സാൾട്ട്, ചിലി സാൾട്ട്, പീറ്റർ. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുള്ള റോക്ക് സാൾട്ട്, ചിലി സാൾട്ട്, പീറ്റർ, ബൊറാക്സ്, ഇങ്ങനെ 3 എണ്ണമുണ്ട് സോഡിയത്തിന്റെ അയിരുകൾ. റോക്ക് സാൾട്ട്, ചിലി സാൾട്ട്, പീറ്റർ, ബൊറാക്സ് സോഡിയത്തിന്റെ അയിരുകളാണ്. ജലത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ. ജലത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യവും. ജലത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം സോഡിയമാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പങ്ക് വഹിക്കുന്ന ലോഹം സോഡിയം. അതുപോലെ സോഡിയം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഹംബ്രി ഡേവി. സോഡിയം കണ്ടെത്തുന്നത് ഹംബ്രി ഡേവി. ഹംബ്രി ഡേവി എന്ന സയന്റിസ്റ്റ് ആണ് സോഡിയം കണ്ടെത്തുന്നത്.
മഞ്ഞ നിറത്തോടു കൂടി കത്തുന്ന ലോഹമാണ് സോഡിയം. മഞ്ഞ നിറത്തോടു കൂടി കത്തുന്ന ലോഹം സോഡിയം. മഞ്ഞ നിറത്തോടു കൂടി കത്തുന്ന ലോഹം സോഡിയം. അതുപോലെ നമുക്ക് ആണവ റിയാക്ടറുകളിൽ കൂളന്റായി ഉപയോഗിക്കുന്ന മൂലകം അത് ദ്രാവക സോഡിയമാണ്. ദ്രാവക സോഡിയം. ദ്രാവക സോഡിയം ആണവ റിയാക്ടറിൽ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് ലിക്വിഡ് സോഡിയം. ദ്രാവക സോഡിയം. സോഡിയം കാർബണേറ്റും അതുപോലെ തന്നെ ടാർട്ടാറിക് ആസിഡും നമ്മൾ ചേർത്തുണ്ടാകുന്ന മിശ്രിതം സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും ചേർത്ത മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ. അപ്പക്കാരം. ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ. സോഡാപ്പൊടി എന്നറിയപ്പെടുന്നത് അത് സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും ചേർന്ന മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ. എന്നാൽ ബേക്കിംഗ് സോഡ എന്ന് ചോദിച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. അവിടെ ആശയക്കുഴപ്പത്തിനുള്ള സാധ്യതയുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്നുള്ളത് സോഡിയം ബൈകാർബണേറ്റ്. വാഷിംഗ് സോഡ എന്ന് അതിന്റെ മലയാളം എന്താണ് സർ? ഇതാണ് ബേക്കിംഗ് സോഡ. അപ്പക്കാരം. ബേക്കിംഗ് സോഡയുടെ മലയാളം അതാണ് അപ്പക്കാരം. എന്നാൽ ബേക്കിംഗ് പൗഡർ സോഡാപ്പൊടി. ബേക്കിംഗ് സോഡ അത് സോഡിയം ബൈകാർബണേറ്റ് രാസനാമം. ഇനി വാഷിംഗ് സോഡയുണ്ട്. വാഷിംഗ് സോഡയാണ് അലക്കുകാരം എന്ന് പറയുന്നത്. അലക്കുകാരം വാഷിംഗ് സോഡ അത് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ്. അതുപോലെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ഫിലിമില് ഫിക്സർ ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഫിക്സർ അല്ലെങ്കിൽ ഹൈപ്പോ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഫോട്ടോഗ്രാഫി ഫിലിമിൽ ചേർക്കുന്നതാണ്. ഫിക്സ് ചെയ്തിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിക്സർ. അതില് പഴയ രീതിയിലുള്ള ഫോട്ടോ എടുക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഫിക്സർ ആയ ഒരു പദാർത്ഥം ചേർക്കാറുണ്ട്. ഫിക്സർ അല്ലെങ്കിൽ ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് അവരാണ് ഫിക്സർ അല്ലെങ്കിൽ ഹൈപ്പോ എന്നറിയപ്പെടുന്നത്. ഫോട്ടോഗ്രാഫി ഫിലിമിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ സംയുക്തമുണ്ട്. സോഡിയം നൈട്രേറ്റ് ആണ്. രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ്.
തണുത്ത ജലവുമായി പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. തണുത്ത ജലവുമായി പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. ഇപ്പൊ സോഡിയത്തിനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ നോക്കിയത്. സോഡിയം ത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം എന്നറിയപ്പെടുന്ന ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. അതുപോലെ മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതെന്ന് ചോദിക്കാം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം. ക്ലിയർ ആയില്ല. ഹലോ ഹലോ ക്ലിയർ ആയിട്ടില്ല. ഹലോ സോഡിയം സംയുക്തം പറഞ്ഞില്ലേ സാറേ? ഏത് എന്താണ്? എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തിലുപയോഗിക്കുന്ന? അതെ അതെ, രാസവളമായി ഉപയോഗിക്കുന്ന. പറഞ്ഞായിരുന്നു. അത് സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ്. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കുന്ന ലിഥിയത്തെ സംബന്ധിച്ച, ലിഥിയത്തില് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. അതുപോലെ മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം. ഭാരം കുറഞ്ഞതെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തവിടെ നിന്ന് മനസ്സിലാക്കാം. ഭാരം കൂടിയ ലോഹം ഏതെന്നും ചോദിക്കാം. ഭാരം കൂടിയ ലോഹം ഓസ്മിയമാണ്. ഓസ്മിയം. ഭാരം കൂടിയ ലോഹം ഓസ്മിയം. ഓസ്മിയം. അങ്ങനെയാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിക്കാം. സാന്ദ്രത, ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഓസ്മിയത്തിന് തന്നെയാണ്. സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. എങ്കിൽ കാഠിന്യം കൂടിയ ലോഹം ഏതെന്ന് പ്രതീക്ഷിക്കാം. കാഠിന്യം കൂടുതലുള്ള ലോഹം ക്രോമിയം. 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 സർ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്രവണാകം കുറഞ്ഞ ലോഹം മെർക്കുറി എന്നുള്ളത്. അപ്പോ ദ്രവണാകം കൂടിയിട്ടുള്ളത് ഏതാണ്? ഇത് ദ്രവാങ്കം കൂടുതലുള്ള ലോഹമായിട്ട് നമുക്ക് ക്രോമിയത്തെ എടുക്കാം. കാരണം അതിനാണല്ലോ മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ വരുന്നത്. ഈ ക്രോമിയം തന്നെയല്ലേ? ക്രോമിയം തന്നെയാണ് തീർച്ചയായിട്ടും. കുറഞ്ഞത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി മെർക്കുറിയാണ്. അപ്പോൾ ലിഥിയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു നിരോക്സീകാരി കൂടിയാണ് ഈ ലിഥിയം എന്നുള്ളത്. അതായത് ഓക്സിജനെ നീക്കം ചെയ്യുന്ന ഒരു പദാർത്ഥത്തിൽ നിന്നും ഓക്സിജനെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് നിരോക്സീകാരി. അപ്പോൾ നല്ലൊരു നിരോക്സീകാരിയാണ് ഈ ലിഥിയം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെൽ അത് ലിഥിയം അയോൺ സെല്ലാണ്. ലിഥിയം അയോൺ ബാറ്ററി. ലിഥിയം അയോൺ ബാറ്ററിയാണ് നമ്മള് ഈ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. ബാറ്ററി പറയുമ്പോൾ മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി മനസ്സിലാക്കാം. അത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതുപോലെ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന
ബാറ്ററി എന്ന് ചോദിക്കാം. റോക്കറ്റുകളിൽ അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളിൽ ഉപയോഗിക്കുന്നത്, റോക്കറ്റ് അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഒരു വാച്ച് കാൽക്കുലേറ്ററുകളിൽ ഉപയോഗിക്കുന്ന സെൽ, അത് ചോദിക്കാം. വാച്ച് കാൽക്കുലേറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ബട്ടൺ സെൽ അല്ലെങ്കിൽ മെർക്കുറിക് സെൽ. വാച്ച് കാൽക്കുലേറ്ററുകൾ ഉപയോഗിക്കുന്നത് ബട്ടൺ സെല്ല് അല്ലെങ്കിൽ മെർക്കുറിക് സെൽ. പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ പൊതുവായി ഉപയോഗിക്കുന്ന സെല്ല് ബാറ്ററി ഡ്രൈ സെല്ലാണ്. ഡ്രൈ സെൽ. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ പൊതുവായി ഉപയോഗിക്കുന്നത് ഡ്രൈ സെൽ. ഡ്രൈ സെൽ. എമർജൻസി ലൈറ്റിൽ ഉപയോഗിക്കുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെൽ എമർജൻസി ലൈറ്റിൽ ഉപയോഗിക്കുന്നത്. നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ. PSC മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? അവിടെ ഓപ്ഷൻ ഞാനൊന്ന് വായിച്ചു തരാം. 2016 ചോദിച്ചൊരു ചോദ്യമാണ്. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നുള്ളത്. ഓപ്ഷൻ ഇരുമ്പ്, അലൂമിനിയം, മാംഗനീസ്, ഈയം. ഇങ്ങനെയായിരുന്നു ചോദിച്ചത്. ഇരുമ്പ്, അലൂമിനിയം, മാംഗനീസ്, ഈയം. ഇവിടെ ആൻസർ ഈയം ആണ്. കാരണം ഈയം എന്നറിയപ്പെടുന്നത് ലെഡിനെയാണ്. ലെഡിന്റെ അപരനാമമാണ് ഈയം. ഈയം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ PSC ചോദിച്ചിട്ടുണ്ട്. മറ്റു രണ്ട് ചോദ്യങ്ങളിലൂടെ വരാം. വെളുത്തീയം, കറുത്തീയം. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈയം എന്നറിയപ്പെടുന്നത് ശരിക്കും ഇതിനെയാണ്. ഏതാ? ലെഡിനെയാണ്. വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിൻ എന്ന ലോഹത്തിനെയാണ് വെളുത്തീയം എന്നറിയപ്പെടുന്നത്. കറുത്തീയം എന്നറിയപ്പെടുന്നുണ്ട് ലെഡിനെ തന്നെയാണ് കറുത്തീയം. ഈയം എന്നും കറുത്തീയം എന്നും അറിയപ്പെടുന്ന ലെഡ്. ഈയം എന്നും കറുത്തീയം എന്നറിയപ്പെടുന്ന ലെഡ്. ഇനി ഗന്ധകം എന്നറിയപ്പെടുന്ന ലോഹം. ഗന്ധകം എന്നറിയപ്പെടുന്ന സൾഫറിനെയാണ്. ലോഹമല്ല, അത് അലോഹമാണ്. ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫർ. അതുപോലെ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമുണ്ട്. രാസസൂര്യൻ, അത് മെഗ്നീഷ്യം. രാസസൂര്യൻ, മെഗ്നീഷ്യം. നാഗം എന്നറിയപ്പെടുന്ന നാഗം പൂശുക എന്ന് പറയാറുണ്ട്. അവിടെ നാഗം എന്നറിയപ്പെടുന്നത് സിങ്കിനെയാണ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്ക്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, സ്വേദന പ്രക്രിയയിലൂടെ വേർതിരിക്കുന്ന ഒരു ലോഹമാണ് സിങ്ക് എന്നുള്ളത്. മെർക്കുറിയോടൊപ്പം തന്നെ നാഗം പൂശുന്ന പ്രക്രിയയ്ക്ക് ഒരു പേരുണ്ട്, ഗാൽവനൈസേഷൻ. നമ്മൾ നാഗം പൂശുക, ആ പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഗാൽവനൈസേഷൻ.
സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം, അങ്ങനെയും ചോദിക്കാം. സ്റ്റോറേജ് ബാറ്ററി നമ്മൾ നേരത്തെ മനസ്സിലാക്കി, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇനി സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ ലെഡ് ആണ് ആൻസർ. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. അതുപോലെ പെട്രോളില് ഇത് ആന്റി നോക്കിംഗ് ഏജന്റ് ആയിട്ട് ചേർക്കുന്ന ലോഹം ഏത്? നമുക്കറിയാം പെട്രോള് മോശപ്പെട്ട പെട്രോൾ ആണ് എങ്കിൽ അത് ഉപയോഗിക്കുന്നതോടെ വാഹനങ്ങളുടെ മെഷീൻ ഒരു നിക് നോക്ക് എന്ന് പറയുന്ന സൗണ്ട് സാധാരണ കേൾക്കാറുണ്ട്. അപ്പൊ ഈ നോക്കിംഗ്, അതിനാണ് നോക്കിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. ഈ നോക്കിംഗ് സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടി സാധാരണ പെട്രോളിനോടൊപ്പം ചേർക്കുന്ന ലോഹമുണ്ട്, ആന്റി നോക്കിംഗ് ഏജന്റ് എന്നാ പറയുന്നത്. അത് ലെഡ് ആണ്. പെട്രോളിൽ ആന്റി നോക്കിംഗ് ഏജന്റായി ഉപയോഗിക്കുന്ന ലോഹം, പെട്രോളിൽ ആന്റി നോക്കിംഗ് ഏജന്റായി ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. റെഡ് ലെഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു എന്ന് ചോദിക്കുക. റെഡ് ലെഡ്, ചുവന്ന ലെഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു. ചുവന്ന ലെഡ് എന്നറിയപ്പെടുന്ന റെഡ് ലെഡ് അല്ലെങ്കിൽ ചുവന്ന ലെഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു ട്രൈ ലെഡ് ടെട്രോക്സൈഡ് ആണ്. ട്രൈ ലെഡ് ടെട്രോക്സൈഡ്. ട്രൈ ലെഡ് ടെട്രോക്സൈഡ്. ട്രൈ ലെഡ് ടെട്രോക്സൈഡ്. അതുപോലെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഏറ്റവും ചാലകതയുള്ള ലോഹം നമ്മൾ പരിചയപ്പെട്ടു സിൽവർ. എങ്കിൽ ചാലകത ഏറ്റവും കുറഞ്ഞ, വൈദ്യുത ചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതെന്ന് ചോദിക്കാം. ഉത്തരം ലെഡ് ആണ്. വൈദ്യുത ചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ലെഡ്. കൂടുതലുള്ളതാണ് നമ്മൾ സിൽവർ എന്ന് മനസ്സിലാക്കിയത്. സിൽവർ കഴിഞ്ഞ രണ്ടാം സ്ഥാനം ഗോൾഡ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും കുറഞ്ഞ വൈദ്യുത ചാലകത ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ലെഡ്. നമുക്ക് ഇപ്പോ ലെഡിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വന്നത്. PSCയുടെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം, വെള്ളപ്പൊന്ന്. വെള്ളപ്പൊന്ന് എന്നാണ് PSC ചോദിച്ചത്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുമാണ്. വൈറ്റ് ഗോൾഡ്, ലിറ്റിൽ സിൽവർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം. വെള്ളപ്പൊന്ന് എന്നാണ് ഒരു തവണ ചോദിച്ചത്. വെള്ളപ്പൊന്ന് അല്ലെങ്കിൽ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് പ്ലാറ്റിനം. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന 3 ലോഹങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. കുലീന ലോഹങ്ങൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹം ഏത്? കുലീന ലോഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം. കുലീന ലോഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ് പ്ലാറ്റിനം. നമ്മൾ മറ്റൊരു PSCയുടെ ചോദ്യമാണ്, ജലത്തിന്റെയോ ആവിയുടെയോ സമ്പർക്കത്താൽ മാറ്റമുണ്ടാക്കുന്ന ലോഹം. ജലത്തിന്റെയോ ആവിയുടെയോ സമ്പർക്കത്താൽ മാറ്റമുണ്ടാകുന്ന ലോഹം. ഈ ചോദ്യത്തിന് ഉത്തരം ഇരുമ്പാണ്. നമുക്കറിയാം ഇരുമ്പ് എന്നുള്ളത് തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രധാന ലോഹമാണ്. നാശനം കൂടുതലുള്ള ഒരു ലോഹമാണ് ഇരുമ്പ്. അപ്പോൾ അവിടെ ഇരുമ്പ്
ഇതിൽ തുരുമ്പിന് കാരണം തന്നെ ഇത് ഈർപ്പവും ഓക്സിജനുമാണ് പ്രധാനപ്പെട്ട കാരണം. ഓക്സിജന്റെയും ഈർപ്പത്തിന്റെയും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോ തുരുമ്പിന്റെ രാസനാമം മനസ്സിലാക്കുന്നത് നല്ലതാണ്. തുരുമ്പിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് തുരുമ്പിന്റെ രാസനാമം. നമ്മൾ ഇരുമ്പിനെ പഠിച്ചപ്പോൾ മനസ്സിലാക്കി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹം ഇരുമ്പ് എന്ന് മനസ്സിലാക്കി. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹം ഇരുമ്പ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയം, എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അത് ഇരുമ്പാണ്. അതുപോലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം എന്ന് ചോദിക്കുക. ഹീമോഗ്ലോബിൻ അത് ഇരുമ്പ്. അടുത്ത് ഇവിടെ നമുക്കറിയാം ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പാരറ്റൈസ്. അതിലെ ഇരുമ്പിന്റെ ഓറ് അയിരിനെ സാന്ദ്രണം നടത്തുന്ന രീതിയാണ് കാന്തിക വിഭജനം. കാന്തിക വിഭജനം നടത്തിയാണ് ഇരുമ്പിന്റെ അയിരിനെ ആദ്യം ശുദ്ധീകരിക്കുന്നത്, സാന്ദ്രണം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇരുമ്പിനെ പൂർണ്ണമായും വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന ഉപകരണത്തിലാണ് ഈ പറയപ്പെട്ട അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നത്. എന്നാൽ അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത് മാലിന്യമടങ്ങിയ ഇരുമ്പ്, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യമടങ്ങിയ ഇരുമ്പിനെ അറിയപ്പെടുന്നത് പിഗ് അയൺ എന്നാണ്. പിഗ് അയൺ അല്ലെങ്കിൽ പന്നി ഇരുമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പിഗ് അയൺ, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന മാലിന്യമടങ്ങിയ ഇരുമ്പ്, പിഗ് അയൺ. ഇനി ശുദ്ധമായ ഇരുമ്പിന്റെ രൂപം ചോദിക്കാം. അത് പച്ചിരുമ്പ് അല്ലെങ്കിൽ റോട്ടയൺ എന്ന് പറയും. പച്ചിരുമ്പ് ഇരുമ്പിന്റെ ശുദ്ധമായ രൂപമാണ്. അതിൽ കുറഞ്ഞ അളവിൽ കാർബൺ കൂടെ ഉണ്ട് എങ്കിലും അതിനെയാണ് പൊതുവെ ശുദ്ധമായ രൂപമായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ശുദ്ധമായ ഇരുമ്പിന്റെ രൂപം പച്ചിരുമ്പ് അല്ലെങ്കിൽ റോട്ടയൺ എന്ന് പറയും. റോട്ടയൺ. ഒരു തവണ PSC ചോദിച്ചതാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് സഹായകമായ ഘടകങ്ങൾ ഏത് എന്നുള്ളതാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിന് സഹായകമായ ഘടകങ്ങൾ ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതില് വായു ചൂട്, വായു ഓക്സിജൻ, വായു ഈർപ്പം, ഈർപ്പം ചൂട്, ഇങ്ങനെ 4 തരം ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. വായു ചൂട്, വായു ഓക്സിജൻ, വായു ഈർപ്പം, ഈർപ്പം ചൂട്. ഇവിടെ ഉത്തരം വരുന്ന വായു ഈർപ്പമാണ്. കാരണം ഓക്സിജനും അതോടൊപ്പം തന്നെ ഈർപ്പവും കൂടെയാണ് അവിടെ വരുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്നാൽ ഈ ചെമ്പിന്റെ പുറത്ത് നമുക്കറിയാം ഒരുതരം കോട്ടിംഗ് ഉണ്ടാവും. അതാണ് ക്ലാവ് എന്ന് പറയും. ക്ലാവ് അല്ലെങ്കിൽ വെർഡിഗ്രിസ് ചെമ്പിന്റെ പുറത്ത് രൂപപ്പെടുന്നത്. അതിന് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാ പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു സാന്നിധ്യം ഇതിന് കാരണമാകുന്നുണ്ട്. ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ക്ലാവിന്റെ രാസനാമം ബേസിക് കോപ്പർ കാർബണേറ്റ്.
നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കുറെ പ്രധാനപ്പെട്ട കുറച്ച് ലോഹങ്ങളാണ്. ഇനി നമുക്ക് ലോഹസങ്കരങ്ങളിലേക്ക് വരാം. ലോഹസങ്കരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അതിൽ കോപ്പറിൻ്റെതാണ് നമ്മൾ മനസ്സിലാക്കിയത് വരെ. അത് കൂടാതെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ലോഹങ്ങളുടെ സങ്കരങ്ങളിലൂടെ പഠിച്ചിരിക്കുന്ന ഏറ്റവും നല്ലതാണ്, ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം, ലോഹസങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ കൂടിച്ചേരലാണ്. അതായത് ഒരു ഏകാത്മക ലായനിയാണ്, ഖരലായനിയാണ് ഈ ലോഹസങ്കരങ്ങൾ. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനി, ഹോമോജീനിയസ് ആണെന്ന് പറയുന്നത്. ഹോമോജീനിയസ് ആയിട്ടുള്ള സോൾഡ് സൊല്യൂഷൻ ആണ് ഈ അലോയിസ് അല്ലെങ്കിൽ ലോഹസങ്കരങ്ങൾ. അലോയി അല്ലെങ്കിൽ ലോഹസങ്കരം എന്ന് പറയുന്നത്. അതിൽ ഒരു തവണ PSC ചോദിച്ചതാണ്, വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹങ്ങൾ കൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം നിക്രോം ആണ്. നിക്രോം ആണ് ഉത്തരം. വൈദ്യുത ഹീറ്ററിലെ കോയിൽ, ആ കോയിൽ, ഹീറ്ററിൽ കോയിൽ ഉണ്ട് നമുക്കറിയാം, ആ കോയിൽ നിർമ്മിച്ചിരിക്കുന്ന നിക്രോം എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ്. നിക്രോം എന്നാൽ അതിലെ ഘടകങ്ങളിലൂടെ മനസ്സിലാക്കണം. നിക്കല്, ക്രോമിയം, അയൺ, ഇത് മൂന്നുമാണ് നിക്രോമിലെ സങ്കരങ്ങൾ. നിക്രോം എന്ന ലോഹസങ്കരത്തിന്റെ ഘടകങ്ങൾ നിക്കൽ, ക്രോമിയം, അയൺ, ഇരുമ്പ്. ഇങ്ങനെ 3 തരം ലോഹങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്കറിയാം ലോഹസങ്കരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അപേക്ഷിച്ച് പിന്നെ ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവുമുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് സ്റ്റീൽ എന്നുള്ളത്. സ്റ്റീൽ ഒരു തവണ 2008 ഒരു ചോദ്യമാണ്, സ്റ്റീൽ ഏതെല്ലാം ലോഹം ചേർന്നതാണ് എന്നുള്ളത്. സ്റ്റീല് ഒരു ലോഹമേ അതിനകത്തുള്ളൂ, ഇരുമ്പ്. അതിനോടൊപ്പം ഒരു അലോഹം കൂടെ ഉണ്ട്, കാർബൺ. ഇരുമ്പ്, ചോദ്യം ലോഹങ്ങൾ ചേർന്നാണ്, ഏതെല്ലാം ലോഹം ചേർന്നാണെന്നാണ്. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഘടകങ്ങൾ മനസ്സിലാക്കാം. ഇരുമ്പ്, കാർബൺ. സ്റ്റീലിനകത്ത് ഒരു ലോഹമുള്ളൂ, ഇരുമ്പാണ്. അതിനോടൊപ്പം കാർബൺ കൂടെ ചേർക്കുമ്പോഴാണ് സ്റ്റീലായി മാറുന്നത്. എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീല് നമുക്കറിയാം. സ്റ്റെയിൻലെസ് സ്റ്റീല് എന്നുള്ളതിൽ 3 ലോഹങ്ങളുടെ സംയോജനമുണ്ട്. ഇരുമ്പ്, നിക്കൽ, ക്രോമിയം. അയൺ, നിക്കൽ, ക്രോമിയം, ഇത് 3ഉം ചേർന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീല് ഇരുമ്പ്, നിക്കൽ, ക്രോമിയം, ഇവ 3ന്റെയും സംയോജനമാണ്. അതുപോലെ PSCയുടെ മറ്റൊരു ചോദ്യമാണ്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. എന്നുള്ളത് 4 ലോഹങ്ങളുടെ സങ്കരങ്ങളാണ്. അൽനിക്കോ എന്ന് പറയുമ്പോൾ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അൽനിക്കോ. അതിന്റെ കൂടെ അയൺ കൂടെ ഉണ്ട്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ, ഇത് ഈ 4 ലോഹങ്ങളുടെ സംയോജനമാണ് അൽനിക്കോ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ ഓടാണ്, ബ്രോൺസ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ബ്രോൺസ്. കോപ്പറിന്റെയും ടിന്നിന്റെയും മിശ്രിതമായ ബ്രോൺസ്, ഓട്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം കോപ്പർ, ലോഹസങ്കരം ബ്രോൺസ്. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? PSCയുടെ ഒരു ചോദ്യമാണ്. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഉത്തരം ഡ്യൂറാലുമിൻ. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഡ്യൂറാലുമിൻ. ഡ്യൂറാലുമിന്റെ ഘടകങ്ങൾ അലൂമിനിയം, കോപ്പർ, മാംഗനീസ്,
മെഗ്നീഷ്യം. 4 ഉണ്ട് അവിടെ. അലൂമിനിയം, കോപ്പർ, മാംഗനീസ്, മെഗ്നീഷ്യം. 4 ഘടകങ്ങൾ, 4 ലോഹങ്ങളുടെ സങ്കരമാണ് ഡ്യൂറാലുമിൻ. ഡ്യൂറാലുമിൻ ആണ് വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. എന്നാൽ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന ലോഹം ചോദിച്ചാൽ ടൈറ്റാനിയമാണ്. ഇനി ഓട്ടോമൊബൈൽ പാർട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഘടകം ഇത്. ഓട്ടോമൊബൈൽ പാർട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം, ഓട്ടോമൊബൈൽ പാർട്സ്, അത് ക്രോം സ്റ്റീൽ ആണ്. ക്രോം സ്റ്റീൽ ആണ് പൊതുവെ ഓട്ടോമൊബൈൽ പാർട്സ്, വാഹനങ്ങളുടെ പാർട്സ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ക്രോം സ്റ്റീൽ എന്ന ലോഹസങ്കരമാണ്. അതിൽ 2 ഘടകങ്ങളാണ് ഉള്ളത്, അയൺ, ക്രോമിയം. അയണും ക്രോമിയവും ചേർന്ന് വരുന്ന ഘടകങ്ങളാണ് ക്രോം സ്റ്റീലിൽ വരുന്നത്. ഇനി ഇതുപോലെ തന്നെ പെൻഡുലം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. പെൻഡുലം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ എന്നാണ് പറയുന്നത്. പെൻഡുലം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാറിലെ ഘടകങ്ങൾ ഇവിടെ മനസ്സിലാക്കാം. നിക്കല്, ഇരുമ്പ്, നിക്കൽ, അയൺ. ഒരു തവണത്തെ PSC ചോദ്യമാണ്, ഇലക്ട്രം എന്നറിയപ്പെടുന്ന ലോഹസങ്കരം. ഇലക്ട്രം എന്ന് ചോദിച്ചാൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് സ്വർണം, മറ്റൊന്ന് വെള്ളി. ഗോൾഡും സിൽവറിന്റെയും കൂടെ മിശ്രിതമാണ് ഇലക്ട്രം എന്നറിയപ്പെടുന്ന ലോഹസങ്കരം. ഗോൾഡ്, സിൽവർ എന്നിവയാണ്. ഇതുകൂടാതെയുള്ള ഒരു ലോഹസങ്കരം നിക്രോം ഒരു ലോഹസങ്കരമാണ്. നിക്കൽ, അയൺ, ക്രോമിയം. ഇതിൽ 3 ഘടകങ്ങൾ വരുന്നു. നിക്രോം എന്ന് കേട്ടാൽ നിക്കൽ, അയൺ, ക്രോമിയം. ഹീറ്റിംഗ് എലമെന്റ് ആയിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതായത് നിക്രോം, നിക്കൽ, അയൺ, ക്രോമിയം. റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ ടയറുകളുടെ ആക്സിൽ നിർമ്മിക്കുന്നത്, 2 പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേ ട്രാക്ക് അതുപോലെ ടയറുകളുടെ ആക്സിലുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം മാംഗനീസ് സ്റ്റീൽ ആണ്. മാംഗനീസ് അതിനോട് സ്റ്റീൽ, മാംഗനീസ് സ്റ്റീൽ എന്ന സങ്കരമാണ് റെയിൽവേ ട്രാക്കും ടയറുകളുടെ ആക്സിലുകളും നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം, മാംഗനീസ് സ്റ്റീൽ. അതുപോലെ സിൽവർ കോയിൻ, വെള്ളി നാണയങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. സിൽവർ കോയിൻ, വെള്ളി നാണയങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സ്റ്റെർലിംഗ് സിൽവർ ആണ് വെള്ളി നാണയങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. 2 ഘടകങ്ങളാണ് ഉള്ളത്, കോപ്പറും സിൽവറുമാണ് സ്റ്റെർലിംഗ് സിൽവറിൽ വരുന്നത്. സ്റ്റെർലിംഗ് സിൽവർ എന്നാൽ കോപ്പറും സിൽവറും. നമ്മളൊരു ജർമ്മൻ സിൽവർ നേരത്തെ പരിചയപ്പെട്ടു. കോപ്പർ, നിക്കൽ, സിങ്കിന്റെ മിശ്രിതമായിട്ടുള്ള ജർമ്മൻ സിൽവർ. ഇത് സ്റ്റെർലിംഗ് സിൽവർ ആണ്.
അപ്പൊ പ്രധാനപ്പെട്ട ലോഹ സങ്കരങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞത് സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? അപ്പം ബേക്കിംഗ് അതെ. പൗഡറിനും സെയിം തന്നെയാണോ? സോഡിയം ബൈകാർബണേറ്റ് ആണോ? തീർച്ചയായും ബേക്കിംഗ് പൗഡർ ശരിക്കും മിക്സറാണ്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത്. ബേക്കിംഗ് പൗഡറിൽ ഇത് സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും ബേക്കിംഗ് പൗഡർ പ്ലസ് ടാർട്ടാറിക് ആസിഡ് ആണ് കാണുന്നത് ബേക്കിംഗ് പൗഡർ. എന്നാൽ ബേക്കിംഗ് സോഡ എന്നുള്ളതാണ് ഇത് സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എഴുതുന്നത് സോഡിയം ബൈകാർബണേറ്റ് എന്നല്ലേ? സോഡിയം. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് എന്ന് എഴുതണം. അത് ചോദിച്ചത് നന്നായി. കാര്യം പൊതുവെ PSCയുടെ ചോദ്യത്തിന് ഉത്തരം സോഡിയം ബൈകാർബണേറ്റ് തന്നെയാണ്. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടെ അത് ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് പറഞ്ഞത്. ബേക്കിംഗ് പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ശരിക്കും ടാർട്ടാറിക് ആസിഡ് ചേർക്കാറുണ്ട്. വാളം പുളിയിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അതിൽ വരുന്നതാണ്. വേറെ ലോഹങ്ങളും നമ്മൾ പ്രധാനപ്പെട്ട ലോഹങ്ങൾ മനസ്സിലാക്കി. ലോഹ സങ്കരങ്ങളെ കുറിച്ചും PSCയുടെ ചോദ്യത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ചേർത്താണ് ഞാൻ ഈ പറഞ്ഞത് അത്രയും. ഇപ്പോ ഇനിയും ഉണ്ട്. നമ്മുടെ ഈ സമയ പരിധിക്കുള്ളിൽ നിന്ന് കൂടുതലും ഏറെക്കുറയും ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വാസം. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞത് സാർ എമർജൻസി ലൈറ്റിലുള്ളതെന്ന് പറയോ? അത് നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ എമർജൻസി ലൈറ്റ് ഉപയോഗിക്കുന്ന ബാറ്ററി. സാർ ആദ്യം പറഞ്ഞിരുന്നല്ലോ അയിരുകളിൽ പറഞ്ഞപ്പോൾ യുറേനിയസിന് പറഞ്ഞത് പിച്ച് ബ്ലെൻഡ് ഇല്ലേ? ഈ കാർബോറൈറ്റ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അയിര് തന്നെയാണോ? അതോ അങ്ങനെ അതും പറയുന്നുണ്ട്. കാർബറണ്ടം. അത് തമ്മിലുള്ള മാറ്റം കാർബറണ്ടം എന്ന് പറയുന്ന കാർബണിന്റെ ഇത് ഇപ്പോ നമ്മൾ എടുക്കുന്ന ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അയൺ പൈററ്റിസ് പറഞ്ഞു, ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് പറഞ്ഞു. ഇവിടെ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് രണ്ടും Fe2O3 Fe3O4, അതായത് രണ്ടും അയൺ ഓക്സൈഡാണ്. ഓക്സിജന്റെ സംയോജനത്തിലുള്ള വ്യത്യാസമുണ്ട്. ഹേമറ്റൈറ്റ് അയൺ പൈററ്റിസ് പറഞ്ഞപ്പോൾ സൾഫർ ആണുള്ളത്, FeS ആ പറയുന്നത്, FeS2 പറയും. അപ്പോ ഇവിടെ ലോഹത്തിനോടൊപ്പം പറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റ് മൂലകങ്ങൾ, അലോഹ മൂലകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ ആണ് ഇതിൽ വരുന്നത്, ഈ യുറേനിയത്തിൽ വരുന്നത് കാർബറണ്ടം എന്ന് പറയുന്ന ഇത്. കാർബറണ്ടം എന്ന് പറയുന്നത് വേറൊന്നുകൂടെ ഉണ്ട്. അതായത് ആദ്യത്തെ കൃത്രിമ വജ്രം എന്ന് പറയുന്ന കാർബറണ്ടം എന്ന് അറിയപ്പെടുന്നുണ്ട്. കാർബണാഡോ എന്ന് പറയാറുണ്ട്. കാർബറണ്ടമാണ് ഈ ഇതിൽ വരുന്നത്, ഏത് യുറേനിയത്തിൽ വരുന്നത്. അപ്പൊ അതിൽ കാർബൺ വരുന്നുണ്ട്, പിച്ച് ബ്ലാൻഡ്. മറ്റേ ഇതിലാണ് യുറേനിയത്തിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ മറ്റ് ലോഹങ്ങൾ, പൊളോണിയം, പിന്നെ തോറിയം, ഇതിന്റെയൊക്കെ സാന്നിധ്യവും കാണുന്നു. അപ്പൊ ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ കൂടെയാണ്. അങ്ങനെ മൂലകങ്ങളുടെ സംയോജനം അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഏത് മൂലകമാണ് അതിന്റെ സ്വഭാവത്തെയും കൂടെ ചേർത്താണ് വ്യത്യാസം വരുന്നത്. ഇപ്പോ അലൂമിനിയത്തിന് ഇതുപോലെ ബോക്സൈറ്റും ഉണ്ട്, ക്രയോലൈറ്റും ഉണ്ട്. ബോക്സൈറ്റില് അലൂമിനിയാണ്, Al2O3 ആണ് വരുന്നത്. എന്നാൽ ക്രയോലൈറ്റ് വരുമ്പോൾ അലൂമിനിയം കൂടെ അതിനകത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യാസം വരും. ഇപ്പൊ റോക്ക് സാൾട്ട്, പിന്നെ അതുപോലെ ചിലി സാൾട്ട്, പീറ്റർ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. സോഡിയത്തിന്റെ കേസ്, ആ റോക്ക് സാൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡാണ്, നമ്മളത് മനസ്സിലാക്കിയതാണ്. എന്നാൽ സോഡിയം നൈട്രേറ്റ് ആണ്, സോഡിയം നൈട്രേറ്റ് വരുമ്പോൾ ചിലി സാൾട്ട്, പീറ്റർ. മനസ്സിലായല്ലോ വ്യത്യാസം? സോഡിയവും പിന്നീട് ക്ലോറും വരുമ്പോൾ റോക്ക് സാൾട്ട്. അതിൽ നമുക്ക് സോഡിയത്തെ വേർതിരിക്കാം. അതൊരു സോഡിയം നൈട്രേറ്റ് NaNO3, അതിൽ നിന്ന് സോഡിയം. അപ്പൊ രണ്ടിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റു മാലിന്യം ഘടകം എന്ന് പറയുന്ന വ്യത്യാസമായിരിക്കും. അതനുസരിച്ച് പേര് മാറും.
Clear ആയോ? സോഡിയത്തിന്റെ ഇപ്പൊ സാറ് പറഞ്ഞിട്ടില്ലേ ചില്ലി സാൾട്ട് ഫീച്ചർ. അപ്പം ഈ സാൾട്ട് ഫീച്ചർ കണ്ട് ഒരു ഐഡിയ വരുന്നില്ല. അത് അങ്ങനെ കേട്ടെന്ന് തോന്നുന്നു. സാൾട്ടിപ്പീറ്റർ ആണ് പൊട്ടാസ്യം നൈട്രേറ്റ്. ആദ്യത്തെ എന്താണ് സ്ഫോടക വസ്തു എന്ന് പറയുന്നത് അതിനെയാണ്. നൈറ്റർ എന്നറിയപ്പെടുന്ന സാൾട്ടിപ്പീറ്റർ എന്നറിയപ്പെടുന്ന ഒന്നാണ്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്, KNO3. ഓക്കെ. വേറെ അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ പൊട്ടാസ്യത്തിൻ്റെത് കാർബോണൈറ്റ് ആണോ അതോ കാർണോലൈറ്റ് ആണോ? ഈ പേരുകളുള്ള കൺഫ്യൂഷൻ കൊണ്ട് ചോദിക്കാനേ. പൊട്ടാസ്യത്തിൻ്റെത് അതെ കാർണലൈറ്റ് വേറെ ഉണ്ട്. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞ കൺഫ്യൂഷൻ വരുന്ന ചോദിച്ചാൽ ഞാൻ പറയാത്തെ കുറച്ചത് കാർണലൈറ്റ്. നേരത്തെ ഒരാൾ കാൽസ്യത്തിന്റെ കേസ് ചോദിച്ചു. അതിൽ ഫ്ലർസ്പാർ എന്ന് പറഞ്ഞതിലൂടെ വരുന്നുണ്ട്. ഫ്ലർസ്പാർ കാൽസ്യത്തിൻ്റെതായിട്ടുള്ള മറ്റൊരു ഓറാണ് ഫ്ലർസ്പാർ. അലൂമിനിയത്തിന് ഫെൽസ്പാർ എന്ന് പറഞ്ഞ് വേറൊന്നും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എല്ലാം പറയാതെ പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.